ഷിജോ, പത്മകുമാറിന്റെയും ജയശ്രീയുടെയും ആറന്മുളയിലെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ നടക്കുന്നത് ED പരിശോധനയാണെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ അന്വേഷണത്തിന് മുകളിലേക്ക് EDയുടെ അന്വേഷണം പോകുമോ എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടത്. കഴിഞ്ഞ 4 മണിക്കൂറിലേറെയായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായ ആളുകളിലേക്ക് വീടുകളിൽ EDയുടെ പരിശോധന തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ആറന്മുളയിലെ പത്മകുമാറിന്റെ വീടിന്റെ മുമ്പിലാണ്. കഴിഞ്ഞ 4 മണിക്കൂറിലേറെയായിട്ട് ഇവിടെ ED സംഘം വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. രാവിലെ 6:30യോടുകൂടിയാണ് ED ഒരു ഡൽഹി രജിസ്ട്രേഷൻ ഫോർച്യൂണർ കാറിൽ പത്മകുമാറിന്റെ വീട്ടിലേക്ക് വന്നത്. വനിതാ ഉദ്യോഗസ്ഥരടക്കം ആളുകളുണ്ട്. ഇവിടെ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പത്മകുമാറിന്റെ കുടുംബവും മറ്റ് ബന്ധുക്കളും ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് പറയുന്നു, ഞങ്ങൾ ED ഉദ്യോഗസ്ഥരാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ ശേഖരിക്കണം, പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് കയറിപ്പോയത്. പത്മകുമാറിന്റെ ബാങ്ക് ഇടപാടടക്കമുള്ള രേഖകൾ പരിശോധിക്കും. പത്മകുമാറിന്റെ കുടുംബവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകൾ കൃത്യമായിട്ട് പരിശോധിച്ച് അതിലെ വിവരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ വിവരങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ പത്മകുമാറിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല, പത്മകുമാറിന് എന്തുകൊണ്ട് ഒരു സംരക്ഷണ കവചം സർക്കാർ തലത്തിൽ തീർക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നതാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും SITക്ക് മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. പത്മകുമാറിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടേക്ക് ED ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തോടുകൂടി കോടതിയിൽ നിന്ന്, വിജിലൻസ് കോടതിയിൽ നിന്ന് ഈ റെയ്ഡ് നടത്താനുള്ള അനുമതി വാങ്ങുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് എല്ലാ ആളുകളിലേക്കും ഒരേ വേഗത്തിൽ തന്നെ, ശരവേഗത്തിൽ തന്നെ ED എത്തിച്ചേർന്നത്. എന്തായാലും പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. ഇവിടെ നിന്ന് പത്മകുമാറിന്റെ മകളുടെ ബാങ്ക് ഇടപാട് രേഖകൾ, മറ്റിടപാടുകൾ, അങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ രേഖകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം പത്മകുമാർ നേടിയിട്ടുണ്ടോ, അതുമായി കുടുംബവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ആ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം എങ്ങനെയും കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ ആ പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു, അതിനേതൊക്കെ സോഴ്സ് ആയിരുന്നു, അത് ഏതൊക്കെ രീതിയിൽ ചെലവാക്കി, അതിന്റെ രേഖകൾ അടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പത്മകുമാറിന്റെ മാത്രമല്ല, പത്മകുമാറിന്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ബാങ്കിംഗ് ഡീറ്റെയിൽസ് അടക്കം EDക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ED അവിടെ വളരെ വിശദമായിട്ടുള്ള പരിശോധന തുടരുകയാണ്. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ പരിശോധന നടത്തുന്നതിനൊപ്പം തന്നെയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന S ജയശ്രീയുടെ തിരുവല്ലയിലെ വീട്ടിലും EDയുടെ പരിശോധന തുടരുന്നത്. അവിടെയും സമാനമായ മണിക്കൂറുകളിൽ തന്നെയാണ് പരിശോധന തുടരുന്നത്. ഇതിനകത്ത് ജയശ്രീ ഒന്നും ആദ്യഘട്ടത്തിൽ നിന്ന് പങ്കൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും SITയും ജയശ്രീനെ കൃത്യമായി റഡാറിൽ നിരീക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെ EDയുടെ പരിശോധന കൂടി വരുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. ഇനി നമുക്ക് അറിയാനുള്ളത് ഷിജോ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ SITയുടെ സന്നിധാനത്തെ പരിശോധനകൾ എന്തൊക്കെയാണ് എന്നാണ്. ഞാനതാണ് പറഞ്ഞു തുടങ്ങിയത്. SITയുടെ സംഘം ഇന്നലെ 3 പേരടങ്ങുന്ന SITയുടെ സംഘം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്നുകൊണ്ട് ശബരിമല മണ്ഡലകാലം പൂർണ്ണമായിട്ടുണ്ട്. അതോടുകൂടിയാണ് SIT സംഘം സന്നിധാനത്ത് വന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പമ്പയിൽ വന്നിറങ്ങി അവിടുന്ന് കാൽനടയായിട്ട് സന്നിധാനത്തേക്ക് കയറിപ്പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. SP ശശിധരനും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പുളികീട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ അവിടേക്ക് കാൽനടയായിട്ട് കയറിപ്പോകുന്നത് കാണാം. അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് SIT കടക്കുന്നത്. കാരണം മണ്ഡലകാലം കഴിയുന്നതോടുകൂടി SIT സന്നിധാനത്ത് വന്ന് പരിശോധന നടത്തുമെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചതാണ്. അതോടുകൂടി തന്നെ ഹൈക്കോടതി SITക്ക് അനുമതി കൊടുത്തോടുകൂടിയാണ് ഇന്നലെയും ഇന്നുമായിട്ട് SIT സംഘം സന്നിധാനത്തേക്ക് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ SIT അവിടെ നിന്ന് പരിശോധിക്കും. ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കും. അതുപോലെ തന്നെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ പരിശോധിക്കും. 1998 സ്വർണ്ണം പൂശിയതാണ് ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളിയും സ്ട്രോങ് റൂമിലുള്ള സ്വർണ്ണപ്പാളിയും. അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ സ്വർണ്ണത്തിന്റെ ആ ഒരു തിളക്കത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വീണ്ടും സ്വർണ്ണം പൂശണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായിട്ട് വന്നുകൊണ്ടാണ് അവിടുന്ന് സ്വർണ്ണം കൊണ്ടുപോയത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായുള്ള പരിശോധന, സ്വർണ്ണപ്പാളികളുടെ അളവുകൾ പരിശോധിക്കണം, കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തുള്ള പരിശോധനകൾ നടത്തണം. അങ്ങനെ വളരെ വിശദമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് സന്നിധാനത്ത് SIT കടക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറെ കൂടി ഊർജ്ജസ്വരമായി കടന്നിരിക്കുന്നു. എല്ലാ പ്രതികളുടെയും, അതായത് കണ്ഠര രാജീവര് തന്ത്രിയുടെ വീടൊഴികെ ബാക്കി എല്ലാ പ്രതികളുടെയും വീടുകളിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നു. അതിനോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് അവരുടെ പരിശോധനകൾ തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.